പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ നമ്മുടെ പൂന്തോട്ടത്തിൽ വിടർന്നു നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു പ്ലാന്റാണ് ചൈനീസ് ബാൾസം പ്ലാന്റ്സ്. ബാൾസം പ്ലാന്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും വിട്ടുപോകരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സഫോണിയ പ്ലാന്റ്സ് അഥവാ ചൈനീസ് ബാൾസം ചെടികൾ മഴക്കാലത്ത് നമുക്ക് പരിചരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് കൂടുതൽ പേരുടെയും ധാരണ. പോട്ടിംഗ് രീതിയും അവയുടെ പരിചരണ രീതിയും അല്പം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാ സമയത്തും പൂക്കളായി നമ്മുടെ മുറ്റത്തിങ്ങനെ വിടർന്നു നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ചൈനീസ് ബാൾസം ചെടി. ഇവയെ പോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് ഡ്രെയിനേജ് ഹോളുള്ള പോട്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അവയുടെ ഹോളിൻ്റെ ഭാഗം അല്പം ഒന്നും കൂടെ നമ്മളൊന്ന് വിടർത്തി കൊടുക്കുക. അതിനുശേഷം പോട്ടിൻ്റെ അടിഭാഗത്തായി ചെരൽക്കല്ലോ അല്ലെങ്കിൽ ഓട് കഷ്ണങ്ങളോ മൊത്തമായിട്ടും പാകി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഹോളുള്ള ഭാഗത്ത് മാത്രമല്ല, അടിഭാഗം ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മളൊരു വെള്ളം നന്നായിട്ട് ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഓട് കഷ്ണങ്ങളോ കട്ടയോ അല്ലെങ്കിൽ ചെരൽക്കല്ലുകളോ ഇട്ട് വയ്ക്കുക. അതിനുശേഷം പോട്ടി മിക്സ് നിറയ്ക്കാം. പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് മണ്ണ്, ചാണകപ്പൊടി, നല്ല ഉണക്കമുള്ള ചാണകപ്പൊടി അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റോ ആടുവളമോ നമുക്ക് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ അല്പം ചകിരിച്ചോറും ചേർക്കാം. ഇനി നല്ല ഉണങ്ങിയ കരിയില, ലീഫ് മോൾഡ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് പൊടിച്ച് നല്ല ഉണക്കമുള്ളതാവാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഫംഗൽ ബാധ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാം തന്നെ നല്ല ഉണക്കമുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവയുടെ ഒരു മിക്സാണ് നമ്മൾ പോട്ടി മിക്സായിട്ട് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തവിടും നമുക്ക് പോട്ടി മിക്സിൽ യൂസ് ചെയ്യാം. അത് കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ അല്പം തവിടും കൂടെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു പോട്ടി മിക്സ് പോട്ടിലേക്ക് ഫില്ല് ചെയ്ത ശേഷം ഒരു 3/4 ഭാഗത്തോളം ഫില്ല് ചെയ്ത ശേഷം നിങ്ങൾ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വേര് പിടിപ്പിച്ച പ്ലാന്റ്സൊക്കെ ഇതിലിറക്കി വെച്ച് നന്നായിട്ട് മണ്ണ് ഫില്ല് ചെയ്ത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ഡ്രെയിനേജ് ഹോളിൽ കൂടെ നന്നായിട്ട് വെള്ളം ഊർന്നു പോകുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. അതുപോലെ പോട്ടിങ് കഴിഞ്ഞ ഉടൻ തന്നെ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ്, സാഫ് അല്ലെങ്കിൽ ബാവസ്റ്റിന്, ഇതിലേതെങ്കിലും ഒരു ഫംഗിസൈഡ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 2 ഗ്രാം അളവിൽ മതിയാകും. നിങ്ങൾ പ്ലാന്റ്സൊക്കെ സ്ഥിരമായിട്ട് വാങ്ങി വെക്കുന്നവരാകുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഫംഗിസൈഡ് വാങ്ങി വെച്ചാൽ അതൊരു നഷ്ടമാവില്ല. ഇത് ഈ പോട്ടി മിക്സിൻ്റെ ഉള്ളിലേക്ക്, അതുപോലെ പോട്ടിൻ്റെ ഉള്ളിലേക്ക് അല്പം ഡ്രെയിൻ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ ഈ ലീഫുകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഈ സഫോണിയ പ്ലാന്റ്സിൻ്റെ ഒക്കെ ലീഫുകൾ, അടിഭാഗത്ത് ലീഫുകൾ കൊഴിഞ്ഞു വീഴുമല്ലോ, മൂപ്പത്തിയ ലീഫുകൾ കൊഴിഞ്ഞു വീഴുന്ന സമയത്ത് ഈ മഴക്കാല സമയത്ത് അതൊരു അഴുകിയ രീതിയിലായിരിക്കും ഉണ്ടാവുക, ഉണങ്ങിയ രീതിയിലല്ല. ആ ലീഫുകളൊക്കെ എല്ലാ ദിവസവും പോട്ടിൻ്റെ ഉള്ളിൽ നിന്നും എടുത്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ആ ലീഫുകളും ഇതുപോലെ പോട്ടിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഫംഗൽ ബാധ വരാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് നമ്മൾ അയക്കുന്നത്. അതുപോലെ ജിഫി പ്ലാന്റ്സ് മാത്രമല്ല കേട്ടോ, നമ്മൾ കവറിൽ മണ്ണിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സും ഉണ്ട്. ചില കളേഴ്സ് മണ്ണിൽ വേര് പിടിപ്പിച്ചവയാണ്. ഇതുപോലെ നല്ല വെൽ റൂട്ടഡ് ആയിട്ട് ജിഫിയിൽ നിന്ന് പുറത്തേക്ക് വേര് വന്ന പ്ലാന്റ്സുകൾ തന്നെയാണ് അയക്കുന്നത്. അപ്പോൾ നിങ്ങൾ പോട്ട് ചെയ്യുന്ന സമയത്ത് ഈ ജിഫിയുടെ പ്രതലം ഉണ്ടല്ലോ, അത് പതുക്കെ റിമൂവ് ചെയ്തിട്ട് നടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ പ്ലാന്റ്സ് അല്പം മെച്ചുറായി വരുന്ന സമയത്ത് അവയുടെ കട്ടിങ്സ് പിടിപ്പിച്ചെടുക്കുക. ഒന്നെങ്കിൽ ഇതുപോലെ ജിഫിയിൽ പിടിപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെറിയ കവറുകളിലൊക്കെ മണ്ണ് നിറച്ചിട്ട് ഈ പിടിപ്പിക്കുന്ന സമയത്ത്, പ്ലാന്റിൻ്റെ കട്ടിങ്സ് പിടിപ്പിക്കുന്ന സമയത്ത് അതിൽ യാതൊരു ഫെർട്ടിലൈസറോ വളങ്ങളോ ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനായിട്ട് തിരഞ്ഞെടുക്കേണ്ട മീഡിയം ഒന്നില്ലെങ്കിൽ ചകിരിച്ചോറ്, ഇതുപോലെയുള്ള ജിഫി ബാഗുകൾ കിട്ടുകയാണെങ്കിൽ ജിഫി ബാഗ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മണൽ, അതുമല്ലാന്നുണ്ടെങ്കിൽ വെറും മണ്ണ് യൂസ് ചെയ്യാം. നമ്മൾ ഈ പ്ലാന്റ്സുകൾ കോംബോ ആയിട്ടാണ് അയച്ചു തരുന്നത് കേട്ടോ. 10 പ്ലാന്റ്സിൻ്റെ കോംബോയ്ക്ക് 290 രൂപ പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും. പിന്നെ ഈ പ്ലാന്റുകളൊന്നും തന്നെ നമ്മൾ ഫ്ലവറായ പ്ലാന്റ്സ് അല്ല അയക്കുന്നത്. ചിലതൊക്കെ മൊട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ചില പ്ലാന്റ്സുകളിൽ മാത്രമാണ് പൂക്കളുള്ളത്. അതുകൊണ്ട് ലീഫ് ഡിഫറൻസ് നോക്കിയിട്ടാണ് ഓരോ പ്ലാന്റ്സുകളും എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് കളേഴ്സ് കൺഫേം ചെയ്ത് പറയാനായിട്ട് സാധിക്കില്ല. ഇതുപോലെ കവറിലിരിക്കുന്ന പ്ലാന്റ്സ് നമ്മൾ കവർ മാറ്റി അല്പം മണ്ണോട് കൂടെ പേപ്പറിൽ പൊതിഞ്ഞ ശേഷമാണ് അയക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്ലാന്റ്സുകൾ നിങ്ങൾ കിട്ടിയ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ജിഫി പ്ലാന്റ്സ് ആണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ എടുത്ത് വെച്ച് പതുക്കെ പോട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇതുപോലെ മണ്ണ് ഒഴിവാക്കി അയക്കുന്ന പ്ലാന്റ്സുകളാകുമ്പോൾ അത് പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുക. ഫുള്ള് മണ്ണ് ഒഴിവാക്കിയിട്ടല്ല, അല്പം മണ്ണോട് കൂടെ തന്നെയാണ് പ്ലാന്റുകൾ അയക്കുന്നത്.
ഈ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ചൈനീസ് ബാൾസം കോംബോ എന്നൊന്ന് മെസ്സേജ് അയച്ചോളൂ. കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും വിട്ടുപോകരുത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.